ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ചമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒട്ടും ശ്രമമില്ലാതെ തീ ഒന്നും കത്തിക്കാതെ വളരെ ടേസ്റ്റിയായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു പുളിച്ചമ്മന്തിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഈ ചമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ കൂടി ഒന്നും മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. വളരെ സിമ്പിളാണ് നമ്മുടെ ഈ പുളി ചമ്മന്തി തയ്യാറാക്കി എടുക്കാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് വേണ്ടത് സവാളയാണ്. ഞാനിപ്പോൾ ഒരു 2 സവാള എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ 4 പേർക്കുള്ള ആ ഒരു അളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ 2 പേർക്കാണെന്നുണ്ടെങ്കിൽ ഒരേ ഒരു സവാള തന്നെ തയ്യാറാക്കി എടുക്കാവുന്നേ ഉള്ളൂ. എന്നിട്ട് അത് വലിയ പീസാക്കി ഞാനിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ചോപ്പറിൽ ഇട്ടിട്ടാണ് ഞാനിപ്പോൾ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുന്നത്. ഇനിയിപ്പോൾ ചോപ്പർ ഇല്ലയെന്നുണ്ടെങ്കിൽ പകരം നമുക്ക് കത്തി വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്താലും മതിയാവും. അപ്പോൾ നമുക്കിത് ചോപ്പറിലേക്ക് ഇടാം. അപ്പോൾ ഈ ചോപ്പറിൻ്റെ റിവ്യൂ നമ്മുടെ ഷമീസ് ടിപ്സ് ആൻഡ് റിവ്യൂസിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരുപാട് കാര്യങ്ങൾക്ക് എപ്പോഴും എൻ്റെ കിച്ചണിൽ ഉപയോഗിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അതുപോലെ തന്നെ ഇത് ബൈയിങ് ലിങ്കും കൊടുത്തിരിക്കാം. ഇതുപോലെ വലിയ പീസാക്കിയിട്ട് നമുക്ക് ഈ ചോപ്പറിലേക്ക് ഇട്ട് കൊടുത്താൽ മതിയാവും. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ചെറിയ കുട്ടി പീസാക്കിയിട്ട് അരിഞ്ഞെടുക്കാൻ എളുപ്പമാണ്. അതിൻ്റെ പേരിലാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ വേണ്ടത് തക്കാളിയും കൂടിയാണ്. ഞാനിപ്പോൾ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ഇതിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ പിന്നെ നമുക്കിതിലേക്ക് വേണ്ട എന്തെന്ന് വെച്ചാൽ പുളിയും കൂടിയാണ്. ഒരു നെല്ലിക്ക വലിപ്പത്തിന് ഞാൻ പുളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഒരല്പം പുളി ഇങ്ങനെ നമ്മൾ ചേർക്കണം. ആ പുളി ഇങ്ങനെ ഫ്രണ്ടിൽ നിൽക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ആവശ്യത്തിനുള്ള പുളിയും കൂടി ചേർക്കാം. പുളിയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് പച്ചമുളകും കൂടിയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു രീതിയിലുള്ള ഇങ്ങനത്തെ കുടം പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റും അതിന് പ്രത്യേക ഒരു മണമൊക്കെയാണ് കിട്ടുന്നത്. അതിൻ്റെ പേരിൽ എനിക്ക് ഈ പച്ചമുളക് ഒരു പ്രത്യേക ഇഷ്ടമാണ്. അതിൻ്റെ പേരിൽ എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ ഇതുപോലത്തെ പച്ചമുളകാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ സാധാരണ പച്ചമുളക് തന്നെ മതിയാവും. അപ്പോൾ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് വേണം ചേർക്കാനായിട്ട്. സാധാരണ പച്ചമുളകിൽ ഒരു പച്ചമുളക് ഫസ്റ്റ് ഇട്ട് നോക്കിയതിന് ശേഷം നമ്മുടെ എരിവ് കുറവാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്താൽ മതിയാവും. അപ്പോൾ ഞാനിത് എപ്പോഴും തയ്യാറാക്കുന്നതിൻ്റെ പേരിൽ എനിക്ക് അറിയാൻ പറ്റും എത്ര പച്ചമുളകാണ് ഇതിന് എരിവ് കിട്ടുന്നത്. അതിൻ്റെ പേരിലാണ് ഈ ഒരു അളവിൽ പച്ചമുളക് ചേർത്തിട്ടുള്ളത്. ഇത്രയും നമ്മുടെ ഈ ചോപ്പറിലേക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്ന് അടച്ച് വെക്കണം. അടച്ച് വെച്ചിട്ട് ചെറുതായിട്ട് ഇങ്ങനെ വലിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് എല്ലാവരും 30 സെക്കൻഡ് കൊണ്ട് തന്നെ നല്ല കുനുകുനാന്നിങ്ങനെ അരിഞ്ഞ് കിട്ടും. എന്നാൽ ശരി, പെട്ടെന്ന് തന്നെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഒരു 30 സെക്കൻഡ് മാത്രം നമ്മൾ ഇതിനുള്ളിലുള്ള ആ സ്ട്രിങ് ഒന്ന് വലിച്ചു കൊടുത്താൽ മതിയാവും. പ്രത്യേകിച്ച് ഇതിന് കറണ്ടൊന്നും വേണ്ട കേട്ടോ. കറണ്ടൊന്നും ഇല്ലാതെയാണ് നമ്മളിതിങ്ങനെ വലിച്ചു കൊടുക്കുമ്പോൾ തന്നെ നല്ലതുപോലെ ചോപ്പ് ചെയ്ത് കിട്ടും. അപ്പോൾ ഞാൻ ആ വീഡിയോ ഇട്ടപ്പോഴത്തേക്കും നമ്മുടെ ഷമീസ് ടിപ്സിലെ വീഡിയോ ഇട്ടപ്പോഴത്തേക്കും ചിലരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നൊരു കമൻ്റ് ആയിരുന്നു, നമുക്കിതില്ലേ അതേപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ബിരിയാണിക്കൊക്കെ വെക്കാനായിട്ട് അതുപോലെയൊക്കെ ചോപ്പ് ചെയ്തെടുക്കാൻ പറ്റുമെന്ന്. അതേ വളരെ കുറച്ച് മാത്രം ഇട്ട് കൊടുത്തിട്ട് നമുക്കിതിൽ ചോപ്പ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഇതുപോലെ ഒരു 30 സെക്കൻഡ് ഒന്ന് ചോപ്പ് ചെയ്ത് എടുക്കുമ്പോഴത്തേക്കും നന്നായിട്ട് ഇതിങ്ങനെ പൊടിയായിട്ട് അരിഞ്ഞ് കിട്ടും. ഇതിപ്പോൾ കത്തി വെച്ചിട്ട് തന്നെ നമുക്കിതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് ഇതൊരു ബൗളിലേക്കൊന്ന് മാറ്റാം. ബൗളിലേക്ക് മാറ്റാൻ വളരെ സിമ്പിളാണ് കേട്ടോ. ഈ ബ്ലൈഡ് ഇങ്ങനെ എടുത്തിട്ട് ഇതൊന്ന് ചെറുതായിട്ട് ഇങ്ങനെ തട്ടി കൊടുത്താൽ മതിയാവും. അപ്പോഴത്തേക്ക് ഈ സൈഡിലിരിക്കുന്ന എല്ലാം ഇതിൽ കാണാൻ പറ്റും. നമ്മളെ ചോപ്പ് ചെയ്തെടുത്തതെല്ലാം ഞാനിപ്പോൾ ഒരു ചെറിയൊരു ബൗളിലേക്ക് മാറ്റുകയാണ്. ഇതുപോലെ നമ്മൾ ചോപ്പ് ചെയ്തതെല്ലാം ഒരു ബൗളിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് വെളിച്ചെണ്ണയും കൂടിയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ മാത്രമേ വെളിച്ചെണ്ണ എടുത്തിട്ടുള്ളൂ. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ തന്നെ ചേർക്കണം. അപ്പോൾ വെളിച്ചെണ്ണയിൽ കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് നമ്മുടെ സൺഫ്ലവർ ഓയിൽ ചേർക്കുമ്പോൾ കിട്ടില്ല. അപ്പോൾ അതിൻ്റെ പേരിൽ ഇതുണ്ടെങ്കിൽ ഇത് തന്നെ ചേർത്തേക്കണം. ഒരല്പം എണ്ണയും കൂടി ചേർക്കാം, വളരെ കുറച്ച്, ഒരല്പം മാത്രം. ബാക്കി ഇത്രയും ഞാൻ മാറ്റിയാണ്. അപ്പോൾ കറക്റ്റായിട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് നമ്മുടെ പുളിച്ചമ്മന്തിക്കും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടിയാണ്. അപ്പോൾ ഈ ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ എന്ത് വേണമെന്ന് വെച്ചാൽ നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. നമ്മൾ കൈ വെച്ചിട്ട് നല്ലപോലെ അത് മിക്സ് ചെയ്ത് എടുക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു കറക്റ്റ് പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. എന്നാൽ ശരി, പെട്ടെന്ന് തന്നെ ഇതെല്ലാം കൂടി ഒന്ന് കുഴച്ചെടുക്കാം നമുക്ക്. ഇതുപോലെ നന്നായിട്ട് ഞാനിപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മുടെ പുളി ചമ്മന്തി നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് എന്ത് മാത്രമാണെന്ന് ഞാൻ പറയുന്നതിനേക്കാളും നിങ്ങൾ ഒരു തവണയെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കണം. നമ്മുടെ തിരുവനന്തപുരം ഭാഗത്തേക്കുള്ള എല്ലാവർക്കും മിക്കവാറും പേർക്ക് ഇത് അറിയാവുന്നതായിരിക്കും. ഇതെന്തിൻ്റെ കൂടെയൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണെന്ന് വെച്ചാൽ നല്ല ചൂട് ചോറിൻ്റെ കൂടെയോ അല്ലാന്നുണ്ടെങ്കിൽ നല്ല കപ്പ, നല്ല മരിച്ചീനിയൊക്കെ വേവിച്ചിട്ട് അതിൻ്റെ കൂടെ വെച്ച് കഴിക്കാനും
പിന്നെ അതുപോലെ തന്നെ ഈ പഴങ്കഞ്ഞിയുടെ കൂടെയൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. പിന്നെ അതും ഇല്ലാന്നുണ്ടെങ്കിൽ ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല സൂപ്പറായിട്ടുള്ളൊരു സൈഡാണ് കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ട് ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയില്ലാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം അതിൻ്റെ ഫീഡ്ബാക്ക് നിങ്ങൾ മറക്കാതെ എനിക്കൊന്ന് അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും ഇതുവരെ ഇതുപോലെ ചെയ്തിട്ടില്ലാത്തവർക്ക് അതൊന്ന് കണ്ടു നോക്കി ട്രൈ ചെയ്യാനായിട്ടൊരു പ്രചോദനം ഉണ്ടാവുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണം. ഇത് മറ്റുള്ളവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.